നമസ്കാരം. ഡിസംബർ 23 പത്രത്തിലെ ഒരു ചെറിയ വാർത്ത ആദ്യം പറയാം. തിരഞ്ഞെടുപ്പ് ചട്ടം ഭേദഗതിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ. സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് രേഖകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള അനുമതി ഇല്ലാതാക്കും വിധം ചെയ്തതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ. പിന്നെ കുറച്ച് കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടാണ്, അതിൽ പറയുന്നില്ല. CCTV ക്യാമറ ദൃശ്യങ്ങൾ, വെബ്കാസ്റ്റിംഗ് ഫൂട്ടേജ്, വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങി സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് രേഖകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള അനുമതിയാണ് ഭേദഗതിയിലൂടെ ഇല്ലാതാവുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നിയമ മന്ത്രാലയമാണ് 1961 തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയത്. അപ്പോൾ ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടായാൽ പോലും ചില പൊതു കാര്യങ്ങളിലെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മളെന്ന് വെച്ചാൽ ജനങ്ങൾ, രാഷ്ട്രീയ ഭേദമന്യേ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, മെറിറ്റോക്രസി പ്രിസർവ് ചെയ്യുന്നതിലാണ്. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മുമ്പ്. അതുപോലെ തന്നെ മെറിറ്റോക്രസിയെ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ 2 കാര്യങ്ങളെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഒന്നാണ് ഈ പറഞ്ഞ RTA, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നുള്ളത്. ഒരു സിസ്റ്റത്തിൻ്റെ, ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ അതിൽ അധികാരമുണ്ട്, പിന്നെ അധികാരത്തെ ചെക്ക് ചെയ്യാനുള്ള കൺട്രോൾ പോയിന്റ്സ് ഉണ്ട്, സുതാര്യത വേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ അധികാരത്തിൻ്റെ ഒരു കൺട്രോൾ പോയിന്റ് ആയിട്ടും ജനങ്ങൾക്ക് അതിലുള്ള സജീവ പങ്കാളിത്തത്തിനെ എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടുമുള്ള ഒരു വിപ്ലവാത്മകമായ ഒരു മാറ്റമായിരുന്നു RTA, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ ഈ RTAയുടെ പരിധിയിൽ നിന്ന് കാര്യങ്ങൾ പുറത്താകുന്നത് നല്ലതല്ല, എന്തൊരു ഉദ്ദേശം വെച്ചാണെങ്കിലും. ഇപ്പോൾ വളരെ റെയർ ആയിട്ടുള്ള ചില നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ചില കാര്യങ്ങളുള്ള അങ്ങനത്തെ എക്സ്ട്രീം റെയർ സിറ്റുവേഷനിൽ ഒഴിച്ചു കഴിഞ്ഞാൽ RTAയുടെ പരിധിയിൽ നിന്നും ഒന്നിനെയും പുറത്താക്കുന്നത് നല്ലതല്ല. അത്തരത്തിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ചില വസ്തുതകളെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ അതിനെ നമ്മൾ ചെറുക്കേണ്ടതാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗുഡ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷ്യമില്ലാതെ വെറുതെ RTAയിൽ നിന്നൊരു കാര്യത്തെ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളുടെ അധികാരത്തിന് മേലുള്ള ഒരു പിടിവള്ളിയാണ്, ഒരു കണ്ണാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. എന്തൊക്കെയാണ് അധികാരത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്നത്, ഇത് ആര് ഭരിച്ചാലും എല്ലായിടത്തും ബാധകമായ കാര്യങ്ങളാണ്. ഒരു പാർട്ടിയുടെയോ ഒരു ഗവൺമെന്റിന്റെയോ മാത്രം കാര്യമല്ല. അപ്പോൾ അവയിലേക്ക് അറിയാനുള്ള ഒരു പൗരന്റെ അവകാശമാണ് RTA എന്നുള്ളത്. അതിനെ നമ്മൾ ഒരു കാരണവശാലും വീക്കൻ ചെയ്യാനോ ശക്തി കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ നമ്മൾ സമ്മതിക്കരുത്. അങ്ങനെയുള്ള ഏതൊരു ശ്രമത്തിനെതിരെയും ജാഗ്രതയുള്ള ഒരു പൗരന്മാരെന്ന നിലയിൽ നമ്മൾ എതിർക്കേണ്ടതാണ്. അത് വൺ തിങ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. രണ്ടാമത്തെ, ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ടതല്ല, ഈ ഒരു വാർത്ത ഉപയോഗിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. രണ്ടാമത്തെ കാര്യമാണ് ഓഡിറ്റിംഗ്. സാമ്പത്തികമായും വേറെ രീതിയിലുമുള്ള തട്ടിപ്പുകളെ ചെക്ക് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഒരു സിസ്റ്റത്തിന്റെ കയ്യിലും ജനങ്ങളുടെ കയ്യിലുമുള്ള ഒരു പിടിവള്ളിയാണ് ഓഡിറ്റിംഗ് എന്നുള്ളത്, അല്ലെ? പല രീതിയിലുള്ള അഴിമതികളും സാമ്പത്തിക ഇതുകളും കണ്ടുപിടിക്കപ്പെടുന്നത് ഓഡിറ്റിങ്ങിന് മാത്രമാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ കൂടി ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലി ആയിട്ടുള്ള നിയമ ഭേദഗതികളിൽ കൂടിയോ അല്ലാതെയോ ഒഫീഷ്യലോ അൺഒഫീഷ്യലോ ഏത് വഴിയിൽ കൂടിയാണെങ്കിലും ഓഡിറ്റിങ്ങിനെ മറികടന്നതോ ഓഡിറ്റിങ്ങിന് അതീതമായിട്ടോ ഫണ്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവരുത്. Nobody, whether it be persons or systems, is honest enough so as to not require auditing. ഓഡിറ്റിംഗ് വേണ്ട എന്നുള്ള രീതിയിൽ അത്രയും സത്യസന്ധരോ അത്രയും സംശയത്തിന് അതീതരായവരൊന്നും ആരുമില്ല, ഏത് പാർട്ടിയോ ഏത് വ്യക്തിയോ ആരും ആയിക്കോട്ടെ. സോ ഓഡിറ്റിംഗ് മസ്റ്റ് ബി ഇൻ പ്ലേസ്. അതൊരു കോമൺ തിങ് ആണ്. ജസ്റ്റ് ലൈക്ക് മെറിറ്റോക്രസി, ജസ്റ്റ് ലൈക്ക് ദ RTA, ഓഡിറ്റിംഗ് ഷുഡ് ബി എ കോമൺ തിങ്. അത് നമ്മുടെ ഒരു രക്ഷകനായിട്ടാണ് അതിനെ നമുക്ക് എടുക്കാൻ പറ്റുക. ഭരിക്കുന്നവരും അധികാരത്തിന്റെ ഇടനാഴികളിൽ ഒരു മാറി വന്നേക്കാം, അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും താല്പര്യങ്ങളും മാറി വന്നേക്കാം. എങ്കിലും കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഓഡിറ്റിംഗ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്പത്തികവും അല്ലാതെയുള്ള അഴിമതികളെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ട് മാത്രം അതിൽ തുടർ നടപടികൾ ഉണ്ടാവുമോ, കുറ്റവാളികളായവർ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതൊന്നും അറിയില്ല. നമ്മുടെ ക്ഷേമ പെൻഷൻ തട്ടിപ്പൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം ഓഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പലതും പുറത്തു വരുന്നത്. അപ്പോൾ അധികാരത്തിലുള്ളവർ, അത് ഏത് ശ്രേണിയിലുള്ള ആരോ ആയിക്കോട്ടെ, ഏത് പാർട്ടിയോ ആരോ ആയിക്കോട്ടെ, ഈ RTA ഓഡിറ്റിംഗ് പോലുള്ള സംവിധാനങ്ങളെ സബ്വേർട്ട് ചെയ്യാൻ, അതിന് മുകളിൽ പ്ലേസ് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമങ്ങൾ ഉണ്ടാവാം. അത് ആര് ചെയ്താലും, നമുക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചെയ്താലും നമുക്ക് താല്പര്യമില്ലാത്ത പാർട്ടി ചെയ്താലും ആര് ചെയ്താലും സാധാരണ ജനങ്ങളെന്ന നിലയിൽ നമ്മളത് സമ്മതിക്കാൻ പാടുള്ളതല്ല. ബിക്കോസ് ഇതൊക്കെ നമ്മുടെ രക്ഷകർ തന്നെയാണ്. സോ ആ ഒരു പോയിന്റാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഞാൻ ഒന്നിനെയും പേരെടുത്ത് പറയുന്നില്ല, പല കാര്യങ്ങളും ഓഡിറ്റിങ്ങിന്റെ പരിധിക്ക് അപ്പുറത്താണ്, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. അതിൽ ഓരോ വാർത്തയുടെയും സത്യവും അസത്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഏതൊരു സിസ്റ്റം ആയാലും നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസെ ലേ ഡൗൺ ചെയ്യാൻ കഴിയുള്ളൂ, ജനറൽ പ്രിൻസിപ്പിൾസെ പറയാൻ കഴിയുള്ളൂ. ഓഡിറ്റിംഗ് എല്ലായിടത്തും വേണം, അത് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, സിസ്റ്റം അത് ചെയ്യണം, നമ്മളതിൽ ജാഗരൂകരായിരിക്കണം. ഇത് ചെറിയ തലങ്ങൾ തൊട്ട് വലിയ തലങ്ങൾ വരെ യഥാർത്ഥ ഓഡിറ്റിങ്ങിന് അതിൻ്റെതായ ഡെഫിനിറ്റ് മെറിറ്റ് ഉണ്ട്, അല്ലെ? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പോലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശരിയാം വിധം നമ്മൾ തന്നെ പേഴ്സണൽ ഓഡിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ പല കാര്യങ്ങളും അറിയാതെയോ അറിഞ്ഞോ ചെയ്ത മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളും കണ്ടുപിടിക്കും. അതുപോലെ തന്നെയാണ് പൊതുവെയായിട്ട്. അപ്പോൾ രഹസ്യങ്ങളെ രഹസ്യങ്ങളാക്കി വയ്ക്കുന്ന
RTI മറികടക്കുന്ന, RTI എതിർക്കുന്ന, ടെക്നിക്കാലിറ്റീസ് പറഞ്ഞ RTIയുടെ ശക്തി കുറയ്ക്കുന്ന എല്ലാ മാറ്റങ്ങളെയും നമ്മൾ എതിർക്കണം. അതുപോലെ ഓഡിറ്റിങ്ങിന്റെ മുകളിൽ ഒന്നിനെയും കൊണ്ടുവരാൻ നമ്മൾ സമ്മതിക്കരുത്. ഡയറക്റ്റ്ലി ഓഡിറ്റിംഗ് ഇല്ലാതാക്കുന്ന രീതിയേക്കാൾ കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്ന പലതരം നിയമത്തിന്റെ നൂലാമാലകളും ടെക്നിക്കാലിറ്റീസും ഉപയോഗിച്ച് ഓഡിറ്റിങ്ങിനെ അങ്ങ് സബ്വേർട്ട് ചെയ്യുക, മാറ്റിമറിക്കുക, ഡൈവേർട്ട് ചെയ്യുക തുടങ്ങിയ കുറച്ചും കൂടി ഫൈനർ ആയിട്ടുള്ള രീതികളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഇതിനെതിരെ ഒരു സമൂഹ നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും ജാഗരൂകരായിരിക്കണം എന്നുള്ള പോയിന്റാണ് ഞാൻ ഇന്ന് പറയുന്നത്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശം, അഴിമതികളുടെ കാര്യമാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും പൊതുപ്രവർത്തകരുടെ ചില വിവരങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പേഴ്സണലി അവർ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ചില നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളിലെ വിവരങ്ങളെങ്കിലും അറിയാനുള്ള അവകാശം പൗരന്മാരുടെ നിലയിൽ നമുക്കുണ്ട്. ഇത് ഓരോ ജനങ്ങളുടെയും അവകാശമാണ്. അവകാശങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും യഥാർത്ഥത്തിൽ ബോധവാന്മാരായ ഒരു ജനതയാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിലുള്ള ജനത രാഷ്ട്രത്തിന്റെ ശക്തിയാണ്. അത്തരത്തിലുള്ള പൗരന്മാരായി മാറാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും വേണ്ടത്. സോ just like I mentioned meritocracy in one all video, I am telling about RTI and auditing in this video. So meritocracy, RTI, auditing, ഈ 3 വാക്കുകൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഈ കാര്യം മനസ്സിൽ വെക്കുക. നമ്മൾ ഇതിന് അനുകൂലമായിട്ടാണ്, ഇതിനെ എൻഹാൻസ് ചെയ്യും, ഇതിനെ എൻഷുർ ചെയ്യും, ഇതിനെ സപ്പോർട്ട് ചെയ്യും, ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സമീപനമാണ് ആശയപരമായിട്ടും പ്രവൃത്തിപരമായിട്ടും നമുക്ക് വേണ്ടത്. That's our responsibility towards ourselves, towards our future citizens and towards our nation. We have to be responsible citizens. Thank you.